പ്രിയ പഠിതാക്കളെ നമസ്കാരം. ഈക്വലൻസി ഫസ്റ്റ് ഇയറിലെ ദ കൈറ്റ് മേക്കർ എന്ന ചെറുകഥ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിലെ കുറച്ച് ഷോർട്ട് ആൻസേഴ്സാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. വാട്ട് കംപ്ലൈൻറ്റ് ഡിഡ് അലി മേക്ക് ടു ഹിസ് ഗ്രാൻഡ് ഫാദർ ഇൻ ദ ലെസൺ ദ കൈറ്റ് മേക്കർ? ഗ്രാൻഡ് ഫാദറിനോട് അലി നടത്തിയ കംപ്ലൈൻറ്റ് എന്താണ് എന്നാണ്. ഒരു പരാതി പറയേണ്ടതായിട്ടുണ്ട്. Ali complained to his grandfather that his kite was stuck in the banyan tree. ആൽമരത്തിൻ്റെ മുകളിൽ തൻ്റെ പട്ടം കുടുങ്ങി എന്നതായിരുന്നു ഗ്രാൻഡ് ഫാദറിനോട് അലി പറഞ്ഞ കംപ്ലൈൻറ്റ്. Why did the little boy kiss the grandfather and what promise did he make to him? ഗ്രാൻഡ് ഫാദറിനെ അലി ആ കുട്ടി കിസ് ചെയ്യുകയും ഒരു പ്രോമിസ് കൊടുക്കുകയും ചെയ്തു. എന്തായിരുന്നു പ്രോമിസ്? എന്തിനാണ് അലി കിസ് ചെയ്തത്? Ali got a new kite from his grandfather. So he kissed him. പുതിയൊരു പട്ടം ഗ്രാൻഡ് ഫാദർ ഉണ്ടാക്കി കൊടുത്തപ്പോഴാണ് അവൻ കിസ് ചെയ്തത്. അതുപോലെ he promised that he would not lose it. താനത് കൊണ്ടുപോയി കളയില്ല എന്നുള്ള പ്രോമിസാണ് കുട്ടി ഗ്രാൻഡ് ഫാദറിന് കൊടുത്തത്. Why did the old man continue to make kites even when his shop was no longer there? തൻ്റെ ഷോപ്പൊന്നും ഇല്ലെങ്കിലും ഇപ്പോഴും വയസ്സായ മനുഷ്യൻ പട്ടങ്ങൾ ഉണ്ടാക്കുന്നത് തുടരുകയാണ്. എന്തുകൊണ്ട്? ആൻസർ: ദ ഓൾഡ് മാൻ കണ്ടിന്യൂ ടു മേക്ക് കൈറ്റ്സ് ഫോർ ഹിസ് ഓൺ അമ്യൂസ്മെൻറ്റ് ആൻഡ് ആസ് പ്ലേ തിങ്സ് ഫോർ ഹിസ് ഗ്രാൻഡ് സൺ. സ്വന്തം ഒരു കൗതുകത്തിന് വേണ്ടിയിട്ട്, സ്വന്തം ഇഷ്ടപ്രകാരം, അതുപോലെ തന്നെ പേരക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കളി സാധനങ്ങൾ എന്നൊക്കെ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോഴും അദ്ദേഹം ഷോപ്പൊക്കെ നഷ്ടപ്പെട്ടിട്ടും പട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വൈ ഡിഡ് മെനി പീപ്പിൾ നോട്ട് ബൈ കൈറ്റ്സ്? അപ്പോൾ അധികം ആൾക്കാരൊന്നും കൈറ്റ്സ് വാങ്ങാറില്ല. എന്താണ് കാരണം? ദ ഗ്രോൺ അപ്പ് പീപ്പിൾ ഹാഡ് നോ ടൈം ഫോർ ഫ്ലൈയിങ് കൈറ്റ്സ്. മുതിർന്നവർക്ക് അതിനുള്ള സമയമില്ല. ദ ഹേറ്റഡ് ഇറ്റ്. അവരതിനെ വെറുത്തു. ദ ചിൽഡ്രൻ സ്പെൻഡ് മണി ഓൺ സീയിങ് ഫിലിംസ്. കുട്ടികളാണെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി പൈസ മുടക്കുന്നു. മെനി പീപ്പിൾ ഡിഡ് നോട്ട് ബൈ ദ കൈറ്റ്സ്. അതുകൊണ്ട് അധികം പേരും പട്ടങ്ങളൊന്നും വാങ്ങാറില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ടൈം ഡിഡ് ദ ഓൾഡ് മാൻ റിമെമ്പർ അബൌട്ട്? Give some of the peculiarities of the time he remembered. ഏത് സമയത്തെക്കുറിച്ചാണ് അദ്ദേഹം ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഓർത്തുകൊണ്ടിരുന്നത്? അക്കാലത്തെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? സം ഓഫ് ദ പെക്യൂലിയാരിറ്റീസ്. പെക്യൂലിയാരിറ്റീസ് മീൻസ് സ്പെഷ്യാലിറ്റീസ്. അദ്ദേഹം ഓർത്തുകൊണ്ടിരുന്ന കാലത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ദ ഓൾഡ് മാൻ റിമെമ്പേർഡ് ദ ഡേയ്സ് ഓഫ് നവാബ്. ഹി വാസ് വൺ ഓഫ് ദ പേട്രൺസ്. നമ്മളെ പാഠത്തിൽ കണ്ടതാണ്. ദ പീപ്പിൾ വെർ വെരി ഫോണ്ട് ഓഫ് ഫ്ലൈയിങ് കൈറ്റ്സ്. ആളുകൾക്ക് പട്ടം പറപ്പിക്കാനൊക്കെ വളരെ ഇഷ്ടമായിരുന്നു. ഫോണ്ട് ഓഫ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ദ ലൈക്ക്ഡ് എന്നുള്ളതാണ്. ലൈക്ഡ്. ഗ്രേറ്റ് ബാറ്റിൽസ് വിത്ത് ബെറ്റിംഗ് വെർ ഫോട്ട് ഇൻ കൈറ്റ് ഫ്ലൈയിങ്. പട്ടം പറത്തിക്കൊണ്ടുള്ള വലിയ യുദ്ധങ്ങൾ തന്നെ അന്ന് നടക്കുമായിരുന്നു. ബെറ്റ് വെച്ചുകൊണ്ടുള്ള പട്ടം പറത്തൽ മത്സരങ്ങളെല്ലാം നടന്നിരുന്നു. നെക്സ്റ്റ്: ഹു വാസ് മെഹമ്മൂദ് ആൻഡ് വൈ വാസ് ഹി പോപ്പുലർ ത്രൂ ഔട്ട് ദി സിറ്റി? ആരായിരുന്നു മെഹമ്മൂദ്? എങ്ങനെയായിരുന്നു സിറ്റിയിൽ മുഴുവൻ അദ്ദേഹം പ്രശസ്തനായത്? നമുക്കറിയാം മെഹമ്മൂദ് ആരായിരുന്നുവെന്ന്. മെഹമ്മൂദ് വാസ് എ കൈറ്റ് മേക്കർ. ഹി വാസ് പോപ്പുലർ ത്രൂ ഔട്ട് ദി സിറ്റി ഫോർ ഗുഡ് ആൻഡ് പ്രെറ്റി കൈറ്റ് മേക്കിംഗ്. അദ്ദേഹം പോപ്പുലർ ആയത് തൻ്റെ കൈറ്റ് മേക്കിങ്ങിനുള്ള പ്രത്യേക കഴിവ് കൊണ്ടാണ്. നല്ല ഭംഗിയുള്ള പ്രെറ്റി ആയിട്ടുള്ള കൈറ്റ്സ് ഉണ്ടാക്കാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട്. Next question: describe the special features of the kite Mahmud had once made at the request of the Nawab. നവാബിന് വേണ്ടി ഉണ്ടാക്കിയ, നവാബിൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ഉണ്ടാക്കിയ കൈറ്റിൻ്റെ സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? അല്ലെങ്കിൽ ഡ്രാഗൺ കൈറ്റ്, മഹമ്മൂദ് ഉണ്ടാക്കിയ ഡ്രാഗൺ കൈറ്റിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയായിരുന്നു? ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? ഡ്രാഗൺ കൈറ്റ് വാസ് എ വെരി സ്പെഷ്യൽ കൈൻഡ് മെയ്ഡ് അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് ദ നവാബ്. നവാബിൻ്റെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം ഉണ്ടാക്കിയതാണ് ഡ്രാഗൺ കൈറ്റ്. ഇറ്റ് ഹാഡ് സം കളേർഡ് ഡിസ്ക്സ്. അതിന് ചുറ്റുമായിട്ട് ഡിസ്കുകൾ പോലെ കുറേ വൃത്താകൃതിയിലുള്ള കടലാസ് കഷ്ണങ്ങളൊക്കെ ഒട്ടിച്ചിരുന്നു, കളേർഡ് ആയിട്ടുള്ളത്. ടു ദ എക്സ്ട്രീമിറ്റി ഓഫ് ഈച്ച് ഡിസ്ക്. ഓരോ ഡിസ്കിൻ്റെയും അറ്റത്ത് ഹി ടൈഡ് എ സ്പ്രിഗ് ഓഫ് ഗ്രാസ്. പുല്ലിൻ്റെ തളിരൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കെട്ടിയിട്ടിരുന്നു. ഫോർ ബാലൻസ്, കൈറ്റിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. The surface of the foremost disc was slightly convex.
ഏറ്റവും ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ഫോർമോസ്റ്റ് പറഞ്ഞാൽ ഏറ്റവും ഫ്രണ്ടിലുള്ള ആ ഡിസ്കിൻ്റെ സർഫസ് എന്ന് പറയുന്നത് പ്രതലം എങ്ങനെയായിരുന്നു? കോൺവെക്സ് ആയിരുന്നു, പുറത്തേക്ക് തള്ളിയ രീതിയിലായിരുന്നു. ആൻഡ് എ ഫെൻറ്റാസ്റ്റിക് ഫേസ് വാസ് പെയിൻറ്റഡ് ഓൺ ഇറ്റ്. അതിലാണെങ്കിലോ ഒരു ഫേസ് പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വിത്ത് ദ 2 ഐസ് മെയ്ഡ് ഓഫ് സ്മോൾ മിറേഴ്സ്. അതിൽ 2 ചെറിയ കണ്ണുകൾ എന്ന പോലെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ദ ഡിസ്ക്സ് ഡിക്രീസിങ് ഇൻ സൈസ് ഫ്രം ഹെഡ് ടു ടൈൽ. ഡിസ്ക് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മുമ്പിലൊക്കെ വലിയ ഡിസ്കും പുറകിലേക്ക് ചെല്ലും തോറും ആ ഡിസ്കിൻ്റെ വലിപ്പം കുറഞ്ഞു വന്നു. ഗാവ് ദ കൈറ്റ് ദ അപ്പിയറൻസ് ഓഫ് എ ക്രോളിംഗ് സെർപ്പൻറ്റ്. പാകപ്പാടെ കണ്ടു കഴിഞ്ഞ ഒരു ഇഴഞ്ഞു പോകുന്ന സെർപ്പൻറ്റിൻ്റെ രൂപമായിരുന്നു അതിനുള്ളത്. ഇറ്റ് റിക്വയർഡ് ഗ്രേറ്റ് സ്കിൽ ടു റൈസ് ദിസ് ഫ്രം ദ ഗ്രൗണ്ട്. ഇതിനെ ഗ്രൗണ്ടിൽ നിന്ന് ഉയർത്താൻ വേണ്ടി വളരെ വലിയ കഴിവ് തന്നെ ആവശ്യമായിരുന്നു. ഓൺലി മെഹമ്മൂദ് കുഡ് മാനേജ് ഇറ്റ്. മെഹമ്മൂദിന് മാത്രമേ അത് ഉയർത്താൻ കഴിയുമായിരുന്നുള്ളൂ. അടുത്ത ചോദ്യം ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഡു യു സീ ചിൽഡ്രൻ ഫ്ലൈയിങ് കൈറ്റ്സ് നവഡേയ്സ്? ഇപ്പോൾ പട്ടം പറത്തുന്ന കുട്ടികളെ നമുക്ക് കാണാൻ പറ്റുമോ? ഇഫ് നോട്ട് വൈ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ഇപ്പോൾ തീരെ പട്ടം പറത്തുന്ന ആളുകളില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് യെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈവൻ നൗ ചിൽഡ്രൻ ഫ്ലൈ കൈറ്റ്സ് ഇൻ റൂറൽ ഏരിയാസ് ഓർ ഓൺ സീഷോഴ്സ്. കടൽ തീരങ്ങളിലും ഗ്രാമപ്രദേശത്തൊക്കെ കുട്ടികൾ ഇപ്പോഴും പട്ടം പറത്തുന്നത് കാണാറുണ്ട്. ബട്ട് ദ സൈറ്റ് ഈസ് വെരി റയർ. പക്ഷേ അപൂർവമാണ് എന്ന് മാത്രം. നവഡേയ്സ് ചിൽഡ്രൻ പ്രിഫർ സ്പെൻഡിങ് ടൈം വിത്ത് മൊബൈൽ ആൻഡ് ഓൺലൈൻ ഗെയിമിംഗ്. അല്ലേ, അവരെങ്ങനെയാണ് സമയം ചെലവഴിക്കുന്നത്? മൊബൈലിലും അല്ലെങ്കിൽ ഓൺലൈൻ ഗെയിമിങ്ങിലൊക്കെയാണ്. അതർവൈസ് അല്ലെങ്കിലോ ദേ വാച്ച് മൂവീസ് ഓൺ TV ഓർ മൂവ്സ് ടു തിയേറ്റേഴ്സ്. സിനിമ കാണുന്നു. സിൻസ് ദെയർ പാരൻസ് ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഫ്ലൈയിങ് കൈറ്റ്സ്, ചിൽഡ്രൻ ആർ നോട്ട് യൂസ്ഡ് ടു ഇറ്റ്. പാരൻസിനും ആ പട്ടം പറത്തലിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾക്കും അതിൽ വലിയ താല്പര്യമില്ല, അല്ലെങ്കിൽ ദേ ആർ നോട്ട് യൂസ്ഡ് ടു ഇറ്റ്. അവർക്ക് അതിനെക്കുറിച്ച് പരിചയമില്ല, പട്ടം പറത്തൽ അറിയില്ല. മോറോവർ ദർ ആർ നോട്ട് മെനി ഓപ്പൺ സ്പേസസ് ലെഫ്റ്റ് ഫോർ ദിസ് പാസ് ടൈം. ഈ ഒരു പാസ് ടൈമിന്, നേരം പോക്കിന് ഓപ്പൺ സ്പേസസ് ഒരുപാട് ആവശ്യമുണ്ട് അല്ലേ. ഇപ്പോഴങ്ങനെ തുറസായ സ്ഥലങ്ങളൊന്നും ലഭ്യമല്ല. ആൻഡ് ഓൾസോ മോസ്റ്റ് ഓഫ് ദി ചിൽഡ്രൻ ഡോണ്ട് നോ ദ ആർട്ട് ഓഫ് ദിസ് ഗെയിം. മിക്കവാറും കുട്ടികൾക്ക് ഈ പട്ടം പറത്താൻ പോലും അറിയില്ല. കൈറ്റ് ഫ്ലൈയിങ് ലോസ്റ്റ് ഇറ്റ്സ് ചാം ഡ്യൂ ടു മോഡേൺ നോൺ സോഷ്യൽ ഇൻഡോർ ലൈഫ് ഹാബിറ്റ്സ്. പട്ടം പറത്തലിന് അതിൻ്റെ ചാം, അട്രാക്ഷൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ട്? എന്ത് കാരണം കൊണ്ടാണ്? ഡ്യൂ ടു മോഡേൺ നോൺ സോഷ്യൽ ഇൻഡോർ ലൈഫ് ഹാബിറ്റ്സ്. മനുഷ്യൻ്റെ ജീവിത രീതികൾ കൊണ്ട്. അവർ മോഡേൺ ജീവിത രീതിക്ക് യോജിച്ചതല്ല കൈറ്റ് ഫ്ലൈയിങ് എന്നുള്ളത്. അതുപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള ലൈഫ് എങ്ങനെയാണ്? നോൺ സോഷ്യലാണ്. വല്ലാതെ പുറത്തേക്കുള്ള ആ അടുപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല, സോഷ്യലല്ല. അതുപോലെ തന്നെ മിക്കവാറും പേരൊക്കെ ഇൻഡോഴ്സിലാണ് ജീവിക്കുന്നത്. പുറത്തേക്ക് അധികമൊന്നും ഇറങ്ങാതെ മിക്കവാറും വീട്ടിൽ തന്നെ കഴിച്ചു കൂട്ടുന്ന കുട്ടികളാണ്. അതുകൊണ്ട് കൈറ്റ് ഫ്ലൈയിങ്ങിന് അതിൻ്റെ ആയിട്ടുള്ള അട്രാക്ഷൻ നഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Why was the name Dragon Kite given to the kite that Mahmud had made for the Nawab? അതിന് ഡ്രാഗൺ കൈറ്റ് എന്നുള്ള പേരിടാൻ കാരണം എന്താണ്? സിമ്പിളാണ് ഉത്തരം. ദ കൈറ്റ് മെയ്ഡ് ബൈ മെഹമ്മൂദ് ഫോർ നവാബ് ഹാഡ് ഐസ് മെയ്ഡ് ഓഫ് ഡിസ്ക്. ആ പട്ടത്തിന് കണ്ണുകളുണ്ട്, ഡിസ്കുകൾ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ഇറ്റ്സ് സൈസ് ഡിക്രീസ്ഡ് ഫ്രം ഹെഡ് ടു ടൈൽ ആൻഡ് ലുക്ക് ലൈക്ക് എ മൂവിങ് സെപ്പറേറ്റ്. തലഭാഗത്തിൽ നിന്ന് വാൽഭാഗത്തേക്ക് എത്തുന്തോറും അതിൻ്റെ ആ സൈസ് കുറഞ്ഞു വന്നു. അത് ഇതുപോലെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് എ മൂവിങ് സെർപ്പൻറ്റ്. സോ ഇറ്റ് വാസ് ഗിവൺ ദ നെയിം ഓഫ് ഡ്രാഗൺ കൈറ്റ്. അതിൻ്റെ മൂവ്മെൻറ്റ് ഒരു ഡ്രാഗനെ പോലെ അല്ലെങ്കിൽ ഒരു സെർപ്പൻറ്റിനെ പോലെ ആയതുകൊണ്ട് അതിനെ ആളുകൾ വിളിച്ച പേരാണ് ഡ്രാഗൺ കൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഡ് ദ ഡ്രാഗൺ കൈറ്റ് റിയലി പോസസ് സൂപ്പർ നാച്ചുറൽ പവർ? അതിന് അമാനുഷിക ശക്തി ഉണ്ടായിരുന്നോ? വാസ് ഇറ്റ് എ സക്സസ് ഓർ ഫെയിലർ? അത് വിജയമായിരുന്നോ പരാജയമായിരുന്നോ? ഗിവ് ദ ഡീറ്റെയിൽസ് ടു ജസ്റ്റിഫൈ യുവർ ആൻസർ. നിങ്ങളുടെ ഉത്തരത്തെ ന്യായീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയായിരുന്നു? സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ടായിരുന്നോ? ഇല്ല അല്ലേ. ദ ഡ്രാഗൺ കൈറ്റ് ഡിഡ്ന്റ് പോസസ് എനി സൂപ്പർ നാച്ചുറൽ പവേഴ്സ്. ഇറ്റ് വാസ് ടു ഹെവി ടു ഫ്ലൈ ആൻഡ് ടു ബി കൺട്രോൾഡ്. അതിനെ കൺട്രോൾ ചെയ്യാൻ വളരെ പ്രയാസമായിരുന്നു അല്ലേ. അതുകൊണ്ട് തന്നെ വാസ് ഇറ്റ് എ ഫെയിലർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇറ്റ് വാസ് എ ഫെയിലർ. ആ പട്ടം പറത്തൽ ഒരു പരാജയമായിരുന്നു. Nobody could fly that kite except Mahmud. And when he flew it, what happened? It freed itself from the thread and moved upwards to sky. Next question. How does the old man compare the old time with the present time? What important changes does he find? പഴയ കാലവും പുതിയ കാലവും തമ്മിൽ എങ്ങനെയാണ് ആ വയസ്സായ മനുഷ്യൻ കമ്പയർ ചെയ്തിട്ടുള്ളത്? എന്തൊക്കെ പ്രധാനപ്പെട്ട ചേഞ്ചസ് ആണ് അദ്ദേഹം കണ്ടത്? അപ്പോൾ നമ്മുടെ വയസ്സായ മനുഷ്യൻ എന്ന് പറയുന്നത് കൈറ്റ് മേക്കറാണ്. അപ്പോൾ കൈറ്റ് മേക്കർ എന്നുള്ള
ഒരു കാഴ്ചപ്പാടോടുകൂടിയാണ് അദ്ദേഹം ലോകത്തെ കാണുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇൻ ദ പാസ്റ്റ് ടൈം കൈറ്റ് ഫ്ലൈയിങ് വാസ് ദി സ്പോർട്ട് ഓഫ് കിങ്സ്. രാജാക്കന്മാർ പോലും ഏർപ്പെട്ടിരുന്ന ഒരു വിനോദമായിരുന്നു കൈറ്റ് ഫ്ലൈയിങ് എന്നുള്ളത്. ഇപ്പോഴാണെങ്കിലോ ഇൻ ദ പ്രസൻറ്റ് ടൈം വെരി ഫ്യൂ പീപ്പിൾ ബ്രോട്ട് കൈറ്റ്സ്. വളരെ കുറച്ചാളുകൾ മാത്രമേ കൈറ്റ്സ് വാങ്ങുന്നുള്ളൂ. ഇൻ ദോസ് ഡേയ്സ്, പഴയ കാലത്ത്, പീപ്പിൾ ഹാഡ് ടൈം ടു സ്പെൻഡ് വിത്ത് കൈറ്റ്. ഒരുപാട് സമയമുണ്ടായിരുന്നു പട്ടം പറത്താനൊക്കെ. ബട്ട് നൗ എവരിബഡി ഹറീസ്. പക്ഷേ നൗ എവരിബഡി ഈസ് ബിസി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ റൈറ്റർ ഇക്വേറ്റ് ഓർ കമ്പയർ മെൻ വിത്ത് ട്രീസ്? എഴുത്തുകാരൻ എങ്ങനെയാണ് മനുഷ്യനെ മരത്തിനോട് ഉപമിച്ചിരിക്കുന്നത് എന്നാണ് ചോദ്യം. ദ റൈറ്റർ ഷോസ് സം പോയിന്റ്സ് ഓഫ് കമ്പാരിസൺ ബിറ്റ്വീൻ മെൻ ആൻഡ് ട്രീസ്. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട്. ഇഫ് ദേ ആർ നോട്ട് ട്രബിൾഡ് ദേ ഗ്രോ അറ്റ് ദ സെയിം പേസ്. അവരുടെ വളർച്ചയെ തടസ്സപ്പെടുത്തിയില്ലെങ്കിൽ, യാതൊരു ട്രബിളും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? രണ്ടുപേരും ഒരേ വേഗതയിൽ വളരും. വെൻ ദേ ആർ യങ് ദേ ആർ ബ്രൈറ്റ് ആൻഡ് ചിയർഫുൾ. മരമാണെങ്കിലും അതുപോലെ തന്നെ മനുഷ്യനാണെങ്കിലും യങ് ആവുന്ന സമയത്ത് ബ്രൈറ്റ് ആയിരിക്കും, വളരെ ഉഷാറായിരിക്കും. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാലോ, ദേ ബെൻഡ് എ ലിറ്റിൽ, കുറച്ച് വാടി തളർന്നിരിക്കും. ദെയർ ലിംസ് ആർ ബ്രിറ്റിൽ, അവരുടെ കൈകാലുകളെല്ലാം ബ്രിറ്റിലായി മാറും. ബ്രിറ്റിൽ എന്ന് പറഞ്ഞാൽ ഈസിലി ബി ബ്രോക്കൺ, പെട്ടെന്ന് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഷെഡ് ദെയർ ലീവ്സ് ഇൻ ഓൾഡ് ഏജ്. പ്രായമാകുമ്പോൾ രണ്ട് കൂട്ടരും അവരുടെ ഇലകൾ കൊഴിക്കുന്നു, അവരുടെ ആരോഗ്യമെല്ലാം ക്ഷയിച്ചു പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻ ടു ദ ഡ്രാഗൺ കൈറ്റ് ഫൈനലി? എന്താണ് ഡ്രാഗൺ കൈറ്റിന് അവസാനം സംഭവിച്ചത്? ദ ഡ്രാഗൺ കൈറ്റ് പുൾഡ് ഫിയർഫുള്ളി ഓൺ ദ ട്വൈൻ. അല്ലേ, ഡ്രാഗൺ കൈറ്റ് പറക്കുന്ന സമയത്ത് ഇറ്റ് പുൾഡ് ഫിയർഫുള്ളി ഓൺ ദ ട്വൈൻ. അതിൻ്റെ ആ ട്വൈനിൽ, കയറിൽ വല്ലാത്ത പ്രഷർ ചെലുത്തുകയാണ്. അല്ലേ, വല്ലാതെ പുള്ളി ചെയ്യുന്നു, വലിക്കുന്നു. മെഹമ്മൂദ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഹിസ് സൺസ് കുഡ് നോട്ട് കൺട്രോൾ ഇറ്റ്. മെഹമ്മൂദ് തൻ്റെ മക്കളുടെ സഹായത്തോടുകൂടി കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. ദ ട്വൈൻ ബ്രോക്ക്, അതിൻ്റെ ആ ചരട് പൊട്ടുന്നു. ആൻഡ് ഇറ്റ് ലെഫ്റ്റ് ഫ്രീലി ഹയർ ആൻഡ് ഹയർ ഇൻ ദ സ്കൈ ആൻഡ് ഇറ്റ് വെൻ ബിയോണ്ട് ദ സൈറ്റ്. കയറ് പൊട്ടി, ഇറ്റ് ലെഫ്റ്റ്, അത് കുതിച്ചു സ്വതന്ത്രമായി ഉയരങ്ങളിലേക്ക്, ആകാശത്തിലേക്ക്. ആൻഡ് ഇറ്റ് വെൻ ബിയോണ്ട് ദ സൈറ്റ്, കണ്ണിനപ്പുറത്തേക്ക്, കാഴ്ചയ്ക്കപ്പുറത്തേക്ക് അത് പോയി മറഞ്ഞു എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ചേഞ്ച് കെയിം ഓവർ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് മെഹമ്മൂദ്സ് നെയ്ബേഴ്സ്? മെഹമ്മൂദിൻ്റെ അയൽക്കാർക്ക് അവരുടെ മനസ്ഥിതിയിൽ വന്ന മാറ്റം എന്താണ്? Those past days were the days of leisure, fun and kite flying. Mahmoud was respected. പഴയ കാലത്ത് ആളുകൾക്ക് ഒരുപാട് ലീജർ ടൈം ഉണ്ടായിരുന്നു, അല്ലേ, ഒഴിവ് സമയങ്ങളുണ്ടായിരുന്നു. പട്ടം പറത്തിയിട്ടായിരുന്നു അവർ വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നത്. മെഹമ്മൂദ് പട്ടം പറത്തലുകാരനായതുകൊണ്ട്, പട്ടമുണ്ടാക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഹി വാസ് വെൽ റെസ്പെക്റ്റഡ്. അദ്ദേഹത്തിന് ആദരവും കിട്ടിയിരുന്നു. ബട്ട് നൗ ഇൻ ദ ഓൾഡ് ഏജ് പീപ്പിൾ ഹാവ് നോ ലീജർ. പക്ഷേ ഇപ്പോൾ അയാൾക്ക് വയസ്സായ സമയത്ത്, ഈ സമയത്തിൻ്റെ പ്രത്യേകതയാണ് പറയുന്നത്, പീപ്പിൾ ഹാവ് നോ ലീജർ. അവർക്കങ്ങനെ ലീജർ ടൈമില്ല. നോ ഫൺ ആൻഡ് നോ കൈറ്റ് ഫ്ലൈയിങ്. പട്ടം പറത്തലുമില്ല, ഫണ്ണുമില്ല. മെഹമ്മൂദ് ഈസ് ഓൾസോ നോട്ട് റെസ്പെക്റ്റഡ്. മെഹമ്മൂദിനെ ആൾക്കാർ മൈൻഡും ചെയ്യണില്ല. വെൻ ഹി വാസ് യങ്ങർ ആൻഡ് ഹാഡ് ഫോളൺ സിക്ക്, എവരിവൺ ഇൻ ദ നെയ്ബർഹുഡ് ഹാഡ് കം ടു ആസ്ക് ആഫ്റ്റർ ഹിസ് ഹെൽത്ത്. മെഹമ്മൂദ് ചെറുപ്പക്കാരനായിരുന്ന സമയത്ത് അസുഖബാധിതനായപ്പോഴൊക്കെ ആളുകൾ എന്ത് ചെയ്യുന്നു? നെയ്ബർഹുഡ്, അയൽവക്കക്കാരെല്ലാം ഹാഡ് കം ടു ആസ്ക്, വന്ന് ചോദിച്ചിരുന്നു. എന്തിനെക്കുറിച്ച്? ആസ്ക് ആഫ്റ്റർ ഹിസ് ഹെൽത്ത്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചെല്ലാം അന്വേഷിച്ചിരുന്നു. നൗ, ഇപ്പോഴാണെങ്കിലോ, വെൻ ഹിസ് ഡേയ്സ് വെർ ഡ്രോയിങ് ടു എ ക്ലോസ്, നോ വൺ വിസിറ്റഡ് ഹിം. ആരും അദ്ദേഹത്തെ സന്ദർശിച്ചില്ല. മോസ്റ്റ് ഓഫ് ഹിസ് ഓൾഡ് ഫ്രണ്ട്സ് വെർ ഡെഡ്. അദ്ദേഹത്തിൻ്റെ പഴയ സുഹൃത്തുക്കളെല്ലാം മരിച്ചു പോയിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ സോഴ്സ് ഓഫ് മെഹമ്മൂദ്സ് ഹാപ്പിനെസ് ഇൻ ഹിസ് ഓൾഡ് ഏജ്? മെഹമ്മൂദിന് പ്രായമാകുന്ന സമയത്ത് സന്തോഷം ലഭിച്ചിരുന്നത് എവിടെ നിന്നൊക്കെയാണ്? അല്ലെ, വാട്ട് വാസ് ദ സോഴ്സ് ഓഫ് ഹാപ്പിനെസ്? സന്തോഷത്തിൻ്റെ ഉറവിടം എന്തായിരുന്നു മെഹമ്മൂദിന് തൻ്റെ വയസ്സ് കാലത്ത്? പാസ്റ്റ് മെമ്മറീസ് ഓഫ് ഹിസ് ലൈഫ് ആൻഡ് ദ പ്രസൻസ് ഓഫ് ഹിസ് ലിറ്റിൽ ഗ്രാൻഡ്സൺ അലി ഗാവ് ഹിം സം റിലീഫ് വെൻ ഹി വാസ് ഓൾഡ്. അദ്ദേഹത്തിൻ്റെ പ്രായമായ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ പഴയകാല ഓർമ്മകൾ, ഗതകാല സ്മരണകളും അതുപോലെ തൻ്റെ പേരക്കുട്ടിയായിട്ടുള്ള അലിയുടെ സാമീപ്യവുമാണ് അദ്ദേഹത്തിന് ആശ്വാസം നൽകിയത്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഫീലിംഗ് ക്രിയേറ്റഡ് ഇൻ അസ് ബൈ ദി സ്റ്റോറി? ഈ സ്റ്റോറി വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഫീലിംഗ് എന്താണ്? ബൈ ദിസ് സ്റ്റോറി the feeling of pathos and sympathy for Mahmoud is created in us.
നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കപ്പെടുന്നത് മെഹമൂദിനോടുള്ള ഒരു സങ്കടം, ഒരു സിമ്പതി, അദ്ദേഹത്തിലൊരു സഹതാപം, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഫീലിംഗ്. മോറോവർ, അതുകൂടാതെ വി ഫീൽ ദാറ്റ് മാൻ ഓൾസോ ഈസ് ലൈക്ക് എ കൈറ്റ് ടു ഫ്ലൈ അവേ ഫോർ എവർ അറ്റ് എനി ടൈം. മനുഷ്യജീവിതവും ഒരു പട്ടം പോലെയാണ്, അല്ലേ? അതെന്ത് ചെയ്യും? ഒരു പട്ടം പോലെ ഏത് സമയത്ത് വേണമെങ്കിലും ആകാശത്തേക്ക് പറന്നു പൊങ്ങാം. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ പാഠത്തിൽ നിന്ന് ഷോർട്ട് ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്ന് മെഹമൂദിൻ്റെ ക്യാരക്ടർ സ്കെച്ച്, അതുപോലെ തന്നെ 1-2 ആക്ടിവിറ്റീസ്, അതൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരെ ഗുഡ് ബൈ.